ഹലോ, ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. കഴിഞ്ഞ ലോങ് വീഡിയോയിൽ നമ്മൾ MS വേർഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം വേർഡ് ഓപ്പൺ ചെയ്യുക. വേർഡ് ഓപ്പൺ ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, സംശയമുള്ളവർ കയറി നോക്കുക. വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ പേജ് ബോർഡർ കൊടുക്കാം എന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ 2 പേജിലായിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് വരുത്തുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിനി പേജിന് ബോർഡർ കൊടുക്കാം. അതിനാദ്യമായിട്ട് നിങ്ങൾ ഹോം എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? മേളിൽ ടോപ്പിലായിട്ട് ആ ഹോമിൻ്റെ അടുത്ത് ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. അതിനകത്ത് പേജ് ലേഔട്ട് സെലക്ട് ചെയ്യുക. പേജ് ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് പേജ് ബോർഡേഴ്സ് സെലക്ട് ചെയ്യുക. വാട്ടർമാർക്ക്, പേജ് കളർ, അതിൻ്റെ അടുത്താണ് ഈ പേജ് ബോർഡർ കിടക്കുന്നത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേജ് ബോർഡർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ ബോർഡേഴ്സ് ഉണ്ട്, പേജ് ബോർഡർ ഉണ്ട്, ഷെയ്ഡിങ് ഉണ്ട്. ഇതിൽ നമുക്ക് പേജ് ബോർഡറാണ് ആവശ്യമായിട്ടുള്ളത്. പേജ് ബോർഡറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്, സ്റ്റൈൽ, കളർ, വിത്ത്, ആർട്ട്, അപ്ലൈ ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് സെറ്റിങ്ങിനകത്ത് ഓരോന്ന് കാണിച്ചു തരാം. സെറ്റിങ്ങിനകത്ത് ഞാൻ ഫസ്റ്റ് നണ്ണാണ് എടുക്കുന്നത്. നണ്ണ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും മെയിൻ ഡോക്യുമെൻറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അതായത് പേജ് ബോർഡറോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ഞാൻ പേജ് ബോർഡർ എടുത്ത് ബോക്സാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വന്ന ചേഞ്ച് എന്താണെന്നുള്ളത്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേജ് ബോർഡർ ഒരു സിംഗിൾ ലൈൻ ഫോമാറ്റിൽ വന്ന് കിടക്കുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇനി എത്ര പേജസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ കൊടുത്ത പേജ് ബോർഡർ അത് കണ്ടിന്യൂസ്ലി എല്ലാ പേജിലും ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഞാൻ പേജ് ബോർഡർ തന്നെ സെലക്ട് ചെയ്തിട്ട് ബോക്സിൽ തന്നെ ആ സെറ്റിംഗ് ഇട്ടിട്ട് സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ കൊടുക്കാം. ചിലവർക്ക് ബോൾഡ്നെസ് കൂടുതലായിട്ടുള്ള ബോർഡേഴ്സ് ആയിരിക്കും ഇഷ്ടം. ഞാനിപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ബോർഡർ കൊടുക്കുകയാണ്. അത് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡോക്യുമെൻറ്റ് 2 പേജിലും സെയിം ആയിട്ട് ആ ബോർഡേഴ്സ് വന്നത്. ഇനി നിങ്ങൾക്ക് ഈ പേജ് ബോർഡർ കൊടുത്തതിനകത്ത് ഫസ്റ്റ് പേജിലെ മുകളിലത്തെ ഭാഗത്ത് മാത്രം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പേജിലെ മുകളിലത്തെ ഭാഗത്ത് മാത്രം ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രിവ്യൂ സൈഡിലെ ഡയലോഗ് ബോക്സിൽ വരുന്ന പ്രിവ്യൂ സൈഡിനകത്ത് കുറച്ച് കുഞ്ഞു ബോക്സസ് കാണും. അതിനകത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്തെയാണോ ബോർഡർ വേണ്ടാത്തത് അവിടുത്തെ ബോക്സ് ഒന്ന് ഡിസെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുകളിലത്തതാണ് ഡിസെലക്ട് ചെയ്ത് കൊടുത്തത്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റിൽ 2 പേജിലും മുകളിലത്തെ ബോർഡർ ഇല്ല. ഇനി എനിക്ക് ആ ബോർഡർ വേണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി. നമ്മുടെ പേജിൽ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ബോർഡേഴ്സ് ഓട്ടോമാറ്റിക്കലി വന്നോളും. അടുത്തത് വിഡ്ത്താണ്. പേജ് ബോർഡറിൽ തന്നെ സ്റ്റൈലിൻ്റെ താഴെയായിട്ട്, കളറിൻ്റെ താഴെയായിട്ട് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന ബോർഡേഴ്സിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ചിലർക്ക് വലിയ കട്ടി കൂടിയ ബോർഡർ വേണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വിഡ്ത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് ആ ബോർഡറിൻ്റെ തിക്നെസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത ബോർഡറിൻ്റെ വിഡ്ത്ത് 3 പോയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ അത് തന്നെ വെച്ചിട്ട് ഓക്കെ കൊടുക്കുവാണ്. അപ്പോൾ നേരത്തെ അത് തന്നെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവാത്തത്. നെക്സ്റ്റ് അപ്ലൈ ടു എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഈ ബോർഡർ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു പേജിൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഹോൾ ഡോക്യുമെൻറ്റ് ഫുള്ള് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോൾ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഈ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ പേജ് ബോർഡറിൽ അപ്ലൈ ടുവിനകത്ത് ഹോൾ ഡോക്യുമെൻറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് കണക്ക് ഫുൾ, അതായത് എത്ര പേജസ് ഉണ്ടോ ആ പേജസിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ബോർഡർ വരും. ഇനി നിങ്ങൾക്ക് ഈ പേജ് ബോർഡർ ഫുൾ ഡോക്യുമെൻറ്റിൽ വേണ്ട, നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പേജിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ദിസ് സെക്ഷൻ ഫസ്റ്റ് പേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പേജിൽ മാത്രം വന്നിട്ട് ബാക്കി പേജസിലെല്ലാം വിത്തൗട്ട് ബോർഡറായിട്ട് കിടക്കുന്ന കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ വേണ്ട, ബാക്കിയുള്ള പേജസിൽ വേണമെന്നുണ്ടെങ്കിൽ ദിസ് സെക്ഷൻ ഓൾ എക്സെപ്റ്റ് ഫസ്റ്റ് പേജ് എന്ന ഓപ്ഷനിൽ കൊടുത്താൽ ഫസ്റ്റ് പേജ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പേജസിലും നിങ്ങൾക്ക് പേജ് ബോർഡർ കിട്ടും. അടുത്തത് നമ്മളെ കണ്ടൻറ്റിനെ എങ്ങനെ കോളമായിട്ട് തിരിക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ചില ടെക്സ്റ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടൻസിന് ഒരു പേജിൽ തന്നെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്.
അതിന് പേജ് ലേഔട്ടിൽ തന്നെ കോളംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ കോളംസിൽ 1 2 3 ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ 1ലാണ് നമ്മൾ പേജ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 2 കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ നമുക്ക് എത്ര പേജസ് ഉണ്ടോ ആ പേജസിലെ കണ്ടൻസ് എല്ലാം 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി 3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3ആയിട്ടായിരിക്കും ഡിവൈഡ് ആവുന്നത്. ഇനി ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗവും റൈറ്റിൽ കൂടുതൽ കണ്ടൻസും വരും. ഇനി അതെല്ലാം നിങ്ങൾക്ക് റൈറ്റിൽ കുറച്ച് കണ്ടൻസും ലെഫ്റ്റിൽ കൂടുതൽ കണ്ടൻസും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.